കോഴിക്കോട് വടകരയിൽ പുറത്തുവന്ന MDMA കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പേരാമ്പ്ര ബ്ലോക്ക് റിസോർട്ട് സെന്ററിലെ 3 അധ്യാപികമാരാണെന്ന വാർത്ത കേട്ട് സാംസ്കാരിക കേരളം മുഴുവൻ ഇപ്പോൾ ഞെട്ടിത്തെറിച്ച് നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഹരി ശൃംഖലയുമായി ബന്ധം സ്ഥാപിക്കുകയും ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളും ഡെഡ് ഡ്രോപ്പ് രീതിയും ഉപയോഗിച്ചാണ് പ്രവർത്തനം നടന്നത് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കേസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. പിടിച്ചെടുത്ത ലഹരിമരുന്നിന്റെ അളവല്ല, മറിച്ച് കുട്ടികൾ മാതൃകയായി കാണേണ്ട വനിതകളായ അധ്യാപകരാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളുടെ നിഴലിൽ ആകുന്നത് എന്നതാണ് നമ്മുടെ നാടിനെ ഭീതിയിലാഴ്ത്തുന്നത്. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ തൂഫാൻ വഴി പുറത്തുവന്ന MDMA കേസിൽ പേരാമ്പ്ര ബ്ലോക്ക് റിസോർട്ട് സെന്ററിലെ താൽക്കാലിക അധ്യാപികമാരായ KC കീർത്തന, K കാവ്യ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ VP നീഷ്മ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം വഴി ലഹരി മാഫിയയുമായി ബന്ധം സ്ഥാപിച്ച് MDMA വിൽപ്പന നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആവശ്യക്കാരിൽ നിന്ന് QR കോഡ് വഴി പണം സ്വീകരിച്ച ശേഷം നേരിട്ട് കൈമാറാതെ ഡെഡ് ഡ്രോപ്പ് രീതിയിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ലഹരിമരുന്ന് ഒളിപ്പിച്ച് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ചിത്രങ്ങളും അയച്ചു നൽകുന്ന രീതിയായിരുന്നു ഇവർ അവലംബിച്ചിരുന്നത്. സാമ്പത്തിക അന്വേഷണത്തിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടെ ഏകദേശം 14 ലക്ഷം രൂപയും കാവ്യയുടെ അക്കൗണ്ടിലേക്ക് 5 മാസത്തിനിടെ 9 ലക്ഷം രൂപയും എത്തിയതായി കണ്ടെത്തി. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് ലഹരിമരുന്ന് എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ലഹരി ശൃംഖലകളുമായുള്ള ബന്ധം പരിശോധിച്ച് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അധ്യാപക വൃത്തി എന്നത് ഒരു തൊഴിൽ മാത്രമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. ഒരു വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആദ്യം പങ്കുവയ്ക്കാൻ സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാളാണ് അധ്യാപകൻ. അത്തരമൊരു സ്ഥാനത്തുള്ളവരെ കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വിശ്വാസക്ഷതം ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ശേഷം ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് അധ്യാപകൻ. അറിവും മൂല്യങ്ങളും ശീലങ്ങളും ജീവിത പാഠങ്ങളും പകർന്നു നൽകുന്ന ഗുരുസമൂഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ വ്യക്തികളിൽ ഒരാൾ. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന ചില അധ്യാപകർ തന്നെ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാകുമ്പോൾ അതൊരു സാധാരണ ക്രിമിനൽ കേസായി മാത്രം കാണാനാകില്ല. അത് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുകയും ഉലയ്ക്കുകയും ചെയ്യുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഏതാനും വ്യക്തികൾ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളുടെ പേരിൽ മുഴുവൻ അധ്യാപക സമൂഹത്തെയും സംശയത്തിൻ്റെ നിഴലിൽ കാണാനും കഴിയില്ല. ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും വിദ്യാർത്ഥികളുടെ ഭാവിക്കായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് അധ്യാപകർ ഇന്നുമുണ്ട് എന്നത് മറക്കാനും കഴിയില്ല. എന്നാൽ അജ്ഞതയുടെ അന്ധകാരത്തെ തുടച്ചു മാറ്റുന്ന ആ ഗുരുഭൂതർക്ക് കൂടെ കടുത്ത അപമാനമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരിമരുന്ന് എത്തുന്നത് എത്രമാത്രം സംഘടിതമായ ശൃംഖലയിലൂടെയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ, ഓൺലൈൻ പണമിടപാടുകൾ, രഹസ്യ കൈമാറ്റ രീതികൾ എന്നിവ ഉപയോഗിക്കുന്ന പുതിയ ലഹരി മാഫിയകളെ കണ്ടെത്താൻ നിയമപാലകർക്ക് വലിയ വെല്ലുവിളിയാണെന്നും വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുട്ടികളുടെ സുഹൃത്ത് വലയം, സാമൂഹ്യ മാധ്യമ ഉപയോഗം, പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, അമിതമായ പണച്ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സ്കൂളുകളിലും കോളേജുകളിലും ശക്തമായ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും കൗൺസിലിങ്ങും അനിവാര്യമാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ലഹരി ഭൂതത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയേ പറ്റൂ.